1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. ഏറ്റവും കൂടുതൽ റെഫ്യൂജീസ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ യാത്ര ചെയ്ത കാലം. അങ്ങനെ ഒരു കാലത്ത് 1947 സിന്ധിൽ നിന്ന് മുംബൈയിലെത്തിയ ചരക്ദിൻ ഹെമരാജിനി എന്ന് പറഞ്ഞ ഒരു ടൈലർ നമ്മുടെ മുംബൈയിലുള്ള, അന്നത്തെ ബോംബെയിലുള്ള കൊലാബ കോസ്വേയിൽ ഒരു ടൈലറിംഗ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈലറിംഗ് ഷോപ്പാണ് ഇന്ന് ലോക പ്രശസ്തമായിട്ടുള്ള ചരക്ദിൻ എന്നുള്ള CD എന്നുള്ള ഷർട്ടിലേക്ക് മാറിയിട്ടുള്ളത്. അത് മാത്രമല്ല CD ഷർട്ടിൻ്റെ പ്രത്യേകത, വളരെ യുണീക്കായ പേഴ്സണൽ അപ്രോച്ച് ഇവർ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. വലിയ സെലിബ്രിറ്റീസിന് ഒരാൾക്ക് വേണ്ടി അവർ ഷർട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതേസമയം തന്നെ വളരെ എക്സ്റ്റെൻസീവായ ഡിസൈൻസ് ഉണ്ട്. 25,000-ലേറെ ഡിസൈൻസ് ഉണ്ട് CD ഷർട്ടിന്. ഇനി ഈ ഓരോ ഡിസൈനും എക്സ്ക്ലൂസീവാണ് താനും, വേറെ ഒരിടത്തും കാണാത്ത ഡിസൈൻസാണ്. ഇനി നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇ-കോമേഴ്സൊക്കെ തുടങ്ങുന്നതിന് മുന്നേ കാറ്റലോഗ് മാർക്കറ്റിങ്ങിലൂടെ ഓൺലൈനിൽ അല്ലെങ്കിൽ ഇൻ എ സെൻസ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നത് CD ഷർട്ടാണ്. 8 ലക്ഷം പാട്രൺസ് ഉണ്ട് CD ഷർട്ടിന് എന്നാണ് അവർ പറയുന്നത്. വളരെ ഫേമസ് ആയ ഇന്ത്യൻ സെലിബ്രിറ്റീസ് പലരും CD ഷർട്ടിൻ്റെ ഫാൻസാണ്. വിജയ് മല്യ, ഋഷി കപൂർ, രൺബീർ കപൂർ, രാജ് കപൂർ, ദേവാനന്ദ്, ദിലീപ് കുമാർ, രാജേഷ് ഖന്ന, അങ്ങനെ കുറേ കക്ഷികൾ CD ഷർട്ടിൻ്റെ ഫാൻസാണ്. പക്ഷേ ഇവർ ഏറ്റവും യുണീക്ക് ആക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഷർട്ട് മാത്രമാണ്, മെൻസ് വെയർ മാത്രമാണ് എന്നുള്ളത് മാത്രമല്ല, ഒരൊറ്റ കടയേ ഉള്ളൂ. ഇപ്പോഴും കൊലാബയിലുള്ള പഴയ ബിൽഡിങ്ങിലുള്ള ഒരൊറ്റ കട മാത്രമാണ്. 10,000 സ്ക്വയർ ഫീറ്റുള്ള ഷോപ്പ്, 25,000-ലധികം ഡിസൈൻസ്. നിങ്ങൾ അവിടെ ഷർട്ട് വാങ്ങാൻ ചെന്നാൽ അവർ വളരെ വാമായിട്ടാണ് നിങ്ങളെ സ്വീകരിക്കുക. ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് എല്ലാ ബിസിനസ്സിൻ്റെയും എല്ലാ സക്സസ്സിനും നിർബന്ധമാണെന്നേ ഇല്ല. ഈ കഴിഞ്ഞ കാലത്തിനിടയ്ക്ക്, ഈ 75 കൊല്ലത്തിനിടയ്ക്ക് ലോകപ്രശസ്തമായ 100 കണക്കിന് ഫാഷൻ ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് വന്നു. സ്റ്റിൽ CD റിമെയിൻസ് CD. ഇങ്ങനെയുള്ള വേറെയും ബ്രാൻഡുകളുണ്ട് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളത്. റോളക്സ് 1905 തുടങ്ങിയിട്ടുള്ളത്. ഇതുവരെ വാച്ചുകളല്ലാതെ മറ്റൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. ടബാസ്കോ സോസ് 150 വർഷമായി. നാസ സ്പേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ടബാസ്കോ സോസ്. അവർ സോസ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല. ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് ബിസിനസ് സക്സസ്സിന് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല എന്ന് ഒന്നുകൂടി തെളിയിക്കുന്ന എക്സാമ്പിളാണ് CD ഷർട്ട്. ഇനി CD ഷർട്ടിനേക്കാൾ ഡൈവേഴ്സിഫൈ ചെയ്യാത്ത ഈ എത്തോസ് ഫോളോ ചെയ്യുന്ന മറ്റൊരു സാധനമാണ് WD-40. അതിനെപ്പറ്റി നമുക്ക് അടുത്ത ദിവസം പറയാം.